യെസ് ഫൈനലി ബോയ്സിന്റെ സീസൺ 4 അവസാനിച്ചു ആൻഡ് ലിറ്ററലി ലാസ്റ്റ് എപ്പിസോഡിന്റെ പേര് തന്നെ സീസൺ 4 ഫിനാലെ എന്ന് തന്നെയായിരുന്നു. കാരണം അതായത് അവർക്ക് പ്രത്യേകിച്ച് പേര് കിട്ടിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. ലാസ്റ്റ് വന്നപ്പോൾ എന്തിടും, അതുകൊണ്ട് തന്നെ സീസൺ 4 ഫിനാലെ എന്ന് അവർ ഇട്ട് തീർത്തതായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഇന്ന് നമ്മളിവിടെ റിവ്യൂ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ബോയ്സിന്റെ സീസൺ 4 ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ആദ്യമേ ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഈ ഒരു റിവ്യൂ 2 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ പാർട്ടി മൊത്തം സ്പോയിലർ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. അതിനുശേഷം നമ്മൾ സ്പോയിലേഴ്സ് തന്നെയായിരിക്കും സംസാരിക്കുന്നത്. സോ നിങ്ങൾ സീസൺ 4 കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യത്തെ ഞാനൊരു സ്പോയിലർ സെക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് വാർണിംഗ് തരുന്നത് തന്നെയായിരിക്കും. സോ അതുവരെ നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും സീസൺ 4 എങ്ങനെയുണ്ടെന്നുള്ളൊരു കാര്യം. പിന്നെ നിങ്ങൾക്ക് സ്പോയിലേഴ്സ് ഒരു പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കാണാവുന്നത് തന്നെയാണ്. സോ നമുക്ക് നേരെ നമ്മുടെ സ്പോയിലർ ഫ്രീ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് കടക്കാം. സോ ബോയ്സിന്റെ സീസൺ 4 ആദ്യം തന്നെ ഞാൻ പറയാം, എന്നെ സംബന്ധിച്ച് ഇതൊരു വീക്കസ്റ്റ് സീസൺ ആയിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇതിനു മുമ്പുള്ള 3 സീസൺ വെച്ച് ഞാൻ പറയുവാണെങ്കിൽ സീസൺ 4 ആണ് എനിക്ക് ഒരു വീക്കസ്റ്റ് ആയിട്ടുള്ള ബോയ്സിന്റെ ഒരു സീസൺ ആയിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ള ഏറ്റവും വലിയ എന്തുകൊണ്ട് എനിക്ക് തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ ഒരു സീസണിനകത്ത് സത്യം പറഞ്ഞാൽ ആക്ഷൻസ് ഭയങ്കര കുറവ് തന്നെയായിരുന്നു. കാരണം നമ്മൾ ലാസ്റ്റത്തെ സീസൺ ഫിനാലെ വരെ നമ്മൾ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുവാണ്, അതായത് ഭയങ്കര വലിയൊരു ആക്ഷൻസ് ഒക്കെ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ച് വിചാരിച്ചിരിക്കുവാണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും ഫൈനൽ എപ്പിസോഡിൽ നിങ്ങൾക്കൊരു നിരാശയാകാനാണ് സാധ്യത വളരെ കൂടുതൽ തന്നെ. കാരണം ഇതിനു മുമ്പുണ്ടായിരുന്ന സീസൺ 3-ക്കകത്തൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ആ ഒരു ഐക്കോണിക് ലൈന്, അതായത് സ്കോച്ച് ദ എർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ബുച്ചറും അതുകൂടാതെ തന്നെ സോൾജർ ബോയും ഐ എം ദ അപ്ഗ്രേഡ് ഒക്കെ പറഞ്ഞ ആ ഒരു ഫൈറ്റ് എന്ത് ഐക്കോണിക് ആയിരുന്നു. അതിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ സീസൺ 4ലേക്ക് വരുമ്പോഴത്തേക്കും അത്രത്തോളം ആക്ഷൻസ് നമുക്ക് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിച്ചില്ല. പിന്നെ എന്താണ് സീസൺ 4 കുറച്ചും കൂടി കൂടുതൽ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാരക്ടർ ഡെവലപ്മെന്റ് തന്നെയാണ്. കാരണം സത്യം പറഞ്ഞാൽ ഇത് അവർ സീസൺ 5ലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലോട്ട് സെറ്റപ്പ് ആണ് സീസൺ 4 എന്നാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് തന്നെ ഹോംലാൻഡറും അതുകൂടാതെ തന്നെ ഹോംലാൻഡറിന്റെ മകനായിട്ടുള്ള റയാനും തമ്മിലുള്ള ആ ഒരു ക്യാരക്ടർ കെമിസ്ട്രിയും ആ ഒരു ക്യാരക്ടർ ഗ്രോത്തും തന്നെയാണ്. കാരണം ഈ സീസണിന്റെ ആദ്യം മുതൽ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, അതായത് എങ്ങനെയൊക്കെയാണ് ഹോംലാൻഡറിന് പുള്ളിക്കാരൻ്റെ മകനെ വളർത്തിയെടുക്കേണ്ടത് അതെല്ലാം നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ആൻഡ് എന്താ പറയേണ്ടത്, സീസൺ ഫിനാലയിലേക്ക് വരുമ്പോഴും വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് എന്താണെങ്കിലും നമ്മുടെ സ്പോയിലർ സംസാരിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെയാണ്. ആൻഡ് പിന്നീട് എടുത്ത് പറയേണ്ടത് അഫ്കോഴ്സ് നമ്മുടെ ബുച്ചറും അതുകൂടാതെ തന്നെ ജെഫ്രി ഡീൻ മോർഗനും ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. ആൻഡ് പുള്ളിക്കാരനെ ഞാൻ നീഗൻ എന്ന് ഞാൻ വിളിക്കുള്ളൂ, കാരണം വാക്കിംഗ് ഡെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ നീഗനും ബുച്ചറും ആയിട്ട് തമ്മിലുള്ള ആ ഒരു ക്യാരക്ടർ കെമിസ്ട്രിയും എനിക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു സീസണിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് കുറേയധികം ട്വിസ്റ്റൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇത് വേറൊരു ലെവലായിട്ട് അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് ഈ ഒരു സീസണിനെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനി എടുത്ത് പറയേണ്ടത് ഹ്യൂയിയുടെയും അതുകൂടാതെ ആനിയുടെയും ആ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. ആൻഡ് അവരുടെ റിലേഷൻഷിപ്പ് ഒരു രീതിയിൽ പ്രോഗ്രസ് ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ആനി ഇപ്പോൾ സത്യം പറഞ്ഞാൽ സ്റ്റാർ ലൈറ്റ് അല്ല, പുള്ളിക്കാരി 7 വിട്ടിട്ട് ബോയ്സിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ പുള്ളിക്കാരി സ്റ്റാർ ലൈറ്റേഴ്സിൻ്റെ മറ്റൊരു ക്യാമ്പയിൻ സംഭവിക്കുന്നു. പിന്നെ ഇതിനകത്ത് വേറെ കുറേ പുതിയ 2-3 അഡീഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഫയർ ക്രാക്കർ എന്ന് പറഞ്ഞൊരു പെണ്ണ് പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സിസ്റ്റർ സെയ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പുതിയ പെണ്ണിനെ അവർ ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പുള്ളിക്കാരി ഭയങ്കര കിടിലനായിട്ടുള്ള മാസ്റ്റർ മൈൻഡാണ്. ആൻഡ് പിന്നെ ഫയർ ക്രാക്കറിനെ കുറിച്ച് പറഞ്ഞാൽ ഫയർ ക്രാക്കറിന് സത്യം പറഞ്ഞാൽ സ്റ്റാർ ലൈറ്റിൻ്റെ കുറേയധികം പാസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാം. അതെല്ലാം സത്യം പറഞ്ഞാൽ ഈ ഒരു സീസണിനകത്ത് അവർ നമ്മളെ എക്സ്പ്ലോർ ചെയ്തും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സീസണിനകത്ത് അവർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റൊരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എ ട്രെയിൻ്റെ ആ ഒരു റിഡംഷൻ ആർക്ക് തന്നെയാണ്. കാരണം സീസൺ 1-നകത്ത് ഈ പറഞ്ഞ ഇവന്റ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് തന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് ഹ്യൂയുടെ ഗേൾ ഫ്രണ്ടിനെ എ ട്രെയിൻ വന്ന് കൊല്ലുന്ന പോലെയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് ആ ഒരു റിഡംഷൻ ആർക്ക് എ ട്രെയിൻ്റെ നമുക്ക് ഈ ഒരു സീസണിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ആക്ച്വലി ആ ഒരു എ ട്രെയിൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിൻ്റെ തന്നെ നല്ലൊരു റിഡംഷൻ ആർക്ക് അവർക്ക് ഇതിനകത്ത് കൊടുക്കാൻ സാധിച്ചതായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അത് ഹ്യൂയും എ ട്രെയിൻ ആയിട്ടാണെങ്കിലും പുള്ളിക്കാരൻ്റെ പേഴ്സണൽ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അത് ഇവർക്ക് നല്ല രീതിയിൽ തന്നെ അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് തന്നെയാണ്. പിന്നെ നമ്മുടെ 7ന്റെ ബാക്കിയുള്ള മെമ്പേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഡീപ്പും അതുകൂടാതെ തന്നെ ബ്ലാക്ക് നോയറും ബ്രോ അവർ ബ്രോസ് ആണ്. ആൻഡ് ബ്രോസിന്റെ കുറേ അധികം രീതിയിലുള്ള നമുക്ക് ഹ്യൂമറും കോമഡിയും അതുകൂടാതെ തന്നെ ആക്ഷൻസും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അത് നല്ല രീതിയിൽ തന്നെ സാറ്റിസ്ഫൈങ് തന്നെയാണ്. പിന്നെ മദേഴ്സ് മിൽക്കിൻ്റെയും അതുകൂടാതെ തന്നെ പുള്ളിക്കാരൻ്റെ ഫാമിലിയും തമ്മിൽ സംഭവിക്കുന്ന വേറെ കുറേ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് നമുക്ക് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു പരിധി വരെ വലിയ കുഴപ്പമില്ലാതെ അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബുച്ചർ ബോയ്സ് ടീമിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് മദേഴ്സ് മിൽക്കാണ് കറൻ്റ്ലി ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മെയിൻ ലീഡറായിട്ട് നിൽക്കുന്നതൊക്കെ ആദ്യത്തെ കുറച്ച് എപ്പിസോഡിലെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ.
പിന്നെ എടുത്ത് പറയേണ്ട ഫ്രാൻസിയും കമിക്കോയുടെയും ആ ഒരു ക്യാരക്ടർ ആർക്ക് തന്നെയാണ്. ഫ്രാൻസിയുടെ കുറേയധികം രീതിയിലുള്ള ഗേ സ്റ്റഫ് നമ്മൾ ഇതിനകത്ത് അവർ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അത് അത്രത്തോളം പ്ലോട്ടിനകത്ത് വലിയ റിലവൻ്റ് ആയിട്ട് കൊണ്ടുവന്നതായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നില്ല. അതുകൂടാതെ തന്നെ കമിക്കോയുടെയും കുറേയധികം രീതിയിലുള്ള ബാക്ക് സ്റ്റോറി അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടുത്തെ രണ്ടുപേരുടെയും ബാക്ക് സ്റ്റോറി നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിലും എനിക്ക് കുറച്ചും കൂടി കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഫ്രാൻസിയുടെയും അതുകൂടാതെ തന്നെ കിമിക്കോയുടെയും ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റും അവരുടെ ആ ഒരു ക്യാരക്ടർ കെമിസ്ട്രിയും തന്നെയാണ്. അതായത് ഈ ഒരു സീസണിന്റെ ഫിനാലയിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു റൊമാൻറ്റിക് കാര്യങ്ങളെല്ലാം നമ്മൾ ആക്ച്വലി ഒരു ത്രൂ ഔട്ട് സീസണിനകത്ത് അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ആൻഡ് പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആക്ഷൻസ് അത്യാവശ്യം കുറവായിരുന്നു നമുക്ക് സീസൺ 4 നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലഡ് ആൻഡ് ഗോറും പിന്നെ ഭയങ്കരമായിട്ടുള്ള ഗ്രോസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളെ ഇതിനു മുമ്പുള്ള സീസണിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു എപ്പിസോഡിനകത്ത് അത്രയും വലിയ ബ്രൂട്ടാലിറ്റി ഒന്നും നമ്മളെ കാണിച്ചു തന്നിട്ടില്ല. ഉണ്ട്, 1-2 എപ്പിസോഡിലുണ്ട്. പക്ഷേ മൊത്തത്തോടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്രയും വലിയ ബ്രൂട്ടാലിറ്റി ഒന്നും നമുക്ക് എന്താണെങ്കിലും സീസൺ 4 നമുക്ക് കാണാനും സാധിച്ചില്ല. സോ ഓവറോൾ ഞാൻ പറയുവാണെങ്കിൽ ഈ ഒരു സീസണിന് നമുക്കൊരു സോളിഡ് ആയിട്ടൊരു 7 ഔട്ട് ഓഫ് 10 കൊടുക്കാൻ സാധിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സീസൺ 5 വേണ്ടിയിട്ടാണ് അവർ സെറ്റപ്പ് ചെയ്യുന്നത്. കാരണം ഭയങ്കര വലിയൊരു വാറ് വരുന്നുണ്ട്, ഒരു വലിയൊരു യുദ്ധം തന്നെ സൂപ്പർ ഹീറോസും അതുകൂടാതെ തന്നെ ബോയ്സും തമ്മിൽ വരുന്നുണ്ട്. അത് തന്നെയാണ് സീസൺ 5 വേണ്ടിയിട്ട് അവർ സത്യം പറഞ്ഞാൽ ഈ ഒരു സീസൺ 4 സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് തന്നെ. ഇത് വെച്ച് നമ്മുടെ സ്പോയിലർ ഫ്രീ ആയിട്ടുള്ള റിവ്യൂ ഇവിടെ തീരുവാണ്. ഇനി നമ്മൾ നേരെ സ്പോയിലേഴ്സ് ആണ് സംസാരിക്കാൻ പോണേ. സോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ സീരീസ് ഫുള്ള് സീസൺ 4 കണ്ടു കഴിഞ്ഞിട്ട് വന്നിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നത് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് സ്പോയിലേഴ്സ് ഒരു പ്രശ്നം അല്ലെങ്കിൽ നമുക്ക് എന്താണ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നത് തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ സ്പോയിലർ സെക്ഷനിലേക്ക് സ്വാഗതം. നിങ്ങൾ ഓരോരുത്തരും സീസൺ 4 കണ്ടു കഴിഞ്ഞു എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാവുന്നത് തന്നെയാണ്. ആദ്യം തന്നെ എടുത്ത് പറയേണ്ട സീസൺ 4 മെയിൻ പ്ലോട്ട് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് മറ്റൊന്നുമല്ല, ഈ പറയുന്ന സൂപ്സിനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളൊരു വൈറസ് കണ്ടുപിടിക്കുന്നത് തന്നെയായിരുന്നു. അത് ഒരു രീതിയിൽ വരെ അത് സത്യം പറഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ടാണ് നമുക്ക് സീസൺ 4 എൻഡിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കറന്റ് ബുച്ചന്റെ കയ്യിലാണ് അതുള്ളത്. ആൻഡ് ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ കൊറോണ വൈറസ് പോലെ തന്നെ ഒരു ഗ്ലോബൽ പാൻഡമിക് സൃഷ്ടിക്കും. അതായത് ഒരാളല്ല, ലോകത്തുള്ള എല്ലാ സൂപ്സും തന്നെ മരിക്കുന്നത് തന്നെയായിരിക്കും. അതായത് ഒരു സൂപ്സ് പോലും ജീവനോടെ ഉണ്ടാവില്ല. ഇത് ആക്ച്വലി അവർ യൂസ് ചെയ്താലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള മറ്റൊന്നുമല്ല, ലിറ്ററലി ഹോംലാൻഡർ അമേരിക്കയുടെ പ്രസിഡന്റ് ആയി മാറുന്നത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കറന്റ് അതായത് എന്ന് പറഞ്ഞാൽ ഒരു പപ്പറ്റ് എന്നുള്ള രീതിയിൽ ഒരാളെ പ്രസിഡന്റ് ആക്കി. കാരണം സിസ്റ്റർ സേജ് ലാസ്റ്റത്തെ എപ്പിസോഡിനകത്ത് വന്നിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് തന്നെ എന്റെ മാസ്റ്റർ മൈൻഡ് കൊണ്ട് തന്നെ. ആൻഡ് ഫൈനലി ഈ ഒരു പ്രസിഡന്റിനെ അവിടെ നിർത്തുവാണെങ്കിലും ഫുൾ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ഹോംലാൻഡർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ബോയ്സിനെതിരെ ഉള്ള എല്ലാ സൂപ്പർ ഹീറോസിനെയും സത്യം പറഞ്ഞാൽ പറഞ്ഞു വിടും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇനി മുതൽ എല്ലാ സൂപ്പർ ഹീറോസിന്റെയും വൺ ആൻഡ് ഓൺലി ലീഡർ ഗോയിങ് ടു ബി ഹോംലാൻഡർ എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. കാരണം ഇതെല്ലാം സംഭവിച്ചതിന്റെ ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് വെച്ചാൽ വിക്ടോറിയ ന്യൂമാനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ബുച്ചർ ലാസ്റ്റ് അവർ പറഞ്ഞു കോംപ്രമൈസ് ചെയ്യാൻ നമുക്ക് ടീം അപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് വരുന്ന സമയത്ത് പുള്ളിക്കാരിയെ ബുച്ചർ പോയി കൊല്ലുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ബുച്ചറിന്റെ പുതിയ പവർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാനിപ്പോഴും പറയുന്നത് സീസൺ 3 ആ ഒരു എന്താ പറയണ്ട ഹോംലാൻഡറിന്റെ പോലത്തെ ഒരു പവർ തന്നെയാണ് എനിക്ക് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് വി യൂസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത്. കാരണം നമുക്ക് ഈ സീസണിനകത്ത് നമ്മൾ നോക്കിയാൽ ബുച്ചർ സത്യം ഇപ്പൊ മരിക്കും എന്നുള്ള രീതിയിൽ ഭയങ്കര ക്യാൻസറും ട്യൂമറും ഒക്കെ ആയിട്ട് നടക്കുന്ന ബുച്ചറിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് അവിടെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ നീഗന്റെ എൻട്രി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. മറ്റൊന്നുമല്ല, കാരണം എന്ന് പറഞ്ഞാൽ ഈ സീസണിലെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഈ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ തന്നെ നമുക്കറിയാം, അതായത് ബുച്ചർ സത്യം പറഞ്ഞാൽ ഹാലൂസിനേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ ഭാര്യ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. പല സീനിനകത്ത് പുള്ളിക്കാരൻ കാണുന്നുണ്ടായിരുന്നു. ആൻഡ് അതായത് നീഗന്റെ ക്യാരക്ടറിനെ നമ്മൾ നോക്കിയാൽ പുള്ളിക്കാരനെ സത്യം പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഒരു ഇമാജിനറി ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് നമുക്ക് തോന്നിയിട്ടില്ലായിരുന്നു. ആൻഡ് ലാസ്റ്റ് ആ ഒരു വൈറസിന്റെ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നീഗനും സത്യം പറഞ്ഞാൽ ബുച്ചറിന്റെ തലയ്ക്കകത്തുള്ള മറ്റൊരു പേഴ്സണാലിറ്റിയാണ്. അതായത് പുള്ളിക്കാരൻ ഹാലുസിനേറ്റ് ചെയ്യുന്നത് തന്നെയാണെന്ന്. ആൻഡ് അത് സത്യം പറഞ്ഞാൽ ഫൈറ്റ് ക്ലബ്ബ് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭയങ്കര ഒരു ത്രോ ബാക്ക് ആയിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ടൈലർ ഡേർഡൻ ആ ഒരു ക്യാരക്ടർ അതുപോലെ തന്നെ. ആൻഡ് ജെഫ്രി ഡീൻ മോർഗൻ വളരെ കിഡിലനായിട്ടുള്ളൊരു ആക്ടിങ് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സീസണിനകത്ത് ചെയ്തിട്ടുള്ളത് തന്നെ. കാരണം അത് കൂടാതെ തന്നെ കാൾ അർബൻ ആണെങ്കിലും പുള്ളിക്കാരൻ ബുച്ചറിന്റെ ക്യാരക്ടറിനെ വൺ കിഡിലനായിട്ട് തന്നെ ത്രൂ ഔട്ട് ഈ ഒരു സീസണിനകത്ത് ചെയ്തിട്ടുമുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ബുച്ചറിന്റെ ഈ ഒരു പുതിയ പവർ കണ്ടിട്ട് സീസൺ 5 ഇത് എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നുള്ളതിൻ്റെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്ന തന്നെയാണ്. ആൻഡ് ഈ ഒരു സീസൺ 4 ഫിനാലയ്ക്കകത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഹോംലാൻഡർ പറയുന്നു, അതായത് ഇപ്പൊ ന്യൂമൻ മരിച്ചു,
സോ അതുകൊണ്ട് തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടേ, നമ്മളെക്കുറിച്ച് എന്ത് കാര്യങ്ങളൊക്കെ അറിയാവുന്ന എല്ലാവരെയും കൊല്ലണമെന്നൊക്കെ പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് ആഷ്ലി കേൾക്കുന്നു. ആൻഡ് ഇത് ആഷ്ലി കേട്ടിട്ട് ആക്ച്വലി നേരെ പോയിട്ട് മറ്റെന്താ വീടെടുത്ത് കുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതായത് ഡീപ്പ് ആണെങ്കിലും ബ്ലാക്ക് നോയർ ആണെങ്കിലും ഫയർ ക്രാക്കർ ആണെങ്കിലും ബാക്കിയുള്ള എല്ലാവരെയും പോയി കൊല്ലുന്നു. പക്ഷേ ആഷ്ലിയെ കൊല്ലുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആഷ്ലിക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. അതെല്ലാം സത്യം പറഞ്ഞാൽ ഈ സീസൺ 5ലേക്ക് നോക്കുമ്പോഴേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. കാരണം അത് വലിയൊരു പ്ലോട്ട് ട്വിസ്റ്റ് ആകാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. പിന്നീട് എടുത്ത് പറയേണ്ടത് റയാനെ കുറിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, ഹോംലാൻഡറിന്റെ മകനെ കുറിച്ച് തന്നെ. കാരണം ഫൈനലി ബുച്ചർ ആ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് റയാൻ അവിടെ വരുന്നു. ആൻഡ് റയാനോട് ബുച്ചർ പറയുന്നുണ്ട്, അതായത് നിനക്ക് മാത്രമേ ഹോംലാൻഡറിനെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ, നമുക്ക് ആ കൂടിയുള്ള ഒരേ ഒരു ചാൻസ് സത്യം പറഞ്ഞാൽ നീയാണ്. അപ്പോഴും നീഗൻ പറയുന്നുണ്ട് ഇവരൊക്കെ സൂപ്സ് ആണ്, നിന്റെ ഒരേ ഒരു മോട്ടീവ് എന്താന്ന് പറഞ്ഞാൽ എല്ലാ സൂപ്സിനെയും ഈ ഒരു വേൾഡിൽ നിന്ന് ഡിസ്ട്രോയ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. പക്ഷെ എന്നാലും ബുച്ചർ ഒരു ചാൻസ് കൊടുക്കുന്നു. പക്ഷെ എന്നാലും എന്താ പറയണ്ടേ, റയാന്റെ ഭാഗത്ത് നോക്കുമ്പോൾ തൻ്റെ അച്ഛനെ കൊല്ലാൻ പറയുമ്പോൾ ആർക്കും സഹിക്കില്ല. പിന്നെ റയാൻ ഓൾറെഡി പറയുന്നുണ്ട്, കാരണം എനിക്ക് അതായത് വോക്റ്റിന്റെ കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരൻ കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടത്, സെവന്റെ കൂടെ ചെലവഴിക്കുന്നതാണ് പുള്ളിക്കാരൻ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഈവൻ ഹോംലാൻഡർ പുള്ളിക്കാരൻ അതായത് ബുച്ചർ ട്രീറ്റ് ചെയ്യണതിനേക്കാളും അത്രയും നല്ല രീതിയിലല്ല ട്രീറ്റ് ചെയ്യണമെങ്കിൽ തന്നെ റയാന് തിരിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ തന്നെയാണ് താല്പര്യം. പക്ഷെ പുള്ളിക്കാരനെ തടയാൻ ശ്രമിക്കുമ്പോഴത്തേക്കും മറ്റേ അമ്മൂമ്മയെ റയാൻ തള്ളിയിട്ട് കൊല്ലുന്ന നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അവിടെ മുതൽ തന്നെയാണ് സത്യം പറഞ്ഞാൽ ബുച്ചറിന്റെ ആ ഒരു ബ്രേക്ക് ഡൗൺ നമുക്ക് കാണാൻ കഴിയുന്നത്. മിക്കവാറും സീസൺ 5 പുള്ളിക്കാരൻ ഒരു ജനസൈഡ് തന്നെ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അല്ലാതെ വേറെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അതാണ് മറ്റൊരു കാര്യം. ആൻഡ് ഓവറോൾ ഈ ഒരു സീസണിന്റെ എൻഡിങ്ങിനകത്ത് നമ്മൾ വരുമ്പോഴേ മറ്റൊരു ട്വിസ്റ്റ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കിമിക്കോ ഫൈനലി സംസാരിക്കുന്നു. കാരണം ജെൻ വീക്കകത്തുള്ള സൂപ്പർ ഹീറോസിനെയൊക്കെ അവർ സത്യം ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഓൾറെഡി ഹോംലാൻഡർ പറഞ്ഞു ഈ പറഞ്ഞ ബോയ്സിനെയൊക്കെ പോയി ഹണ്ട് ചെയ്യാന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി കിമിക്കോ സംസാരിക്കുന്നത് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിച്ചിട്ടുള്ളത് തന്നെയാണ്. റയാൻ മറ്റൊരു ഹോംലാൻഡറായി മാറുമോ? കാരണം എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ബേണിനകത്ത് ഉണ്ടായിരുന്ന ആ ഒരു കൊച്ചിനെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹോംലാൻഡറിന് മകനായിട്ട് കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ ഇപ്പൊ റയാൻ മിക്കവാറും ബ്രൈറ്റ് ബേൺ ആയി പോകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. ആൻഡ് ഇതൊന്നുമല്ല, നമുക്ക് സത്യം പറഞ്ഞാൽ ഈ എപ്പിസോഡിന് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്ന് പറഞ്ഞാൽ സോൾജർ ബോയ് സ്റ്റിൽ ലീവ്സ്. യെപ്പ്, ഹോംലാൻഡറിന്റെ അച്ഛനാണ് സോൾജർ ബോയ്. നമ്മൾ ലാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ബുച്ചറൊക്കെ ആയിട്ട് ടീം അപ്പ് ചെയ്യുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് സോൾജർ ബോയെ വെച്ചിട്ടാണ് അവർ സത്യം പറഞ്ഞാൽ ഈ എപ്പിസോഡ് അവസാനിപ്പിച്ചിട്ടുള്ളത് തന്നെ. എനിക്ക് തോന്നുന്നില്ല സോൾജർ ബോയ് ഹോംലാൻഡറിന്റെ കൂടെ ടീം അപ്പ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോൾജർ ബോയും ബോയ്സിന്റെ കൂടെ തന്നെ ചേരാനാണ് സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. സോ ഏകദേശം ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എല്ലാം നമുക്ക് ബോയ്സിന്റെ സീസൺ 4 നമുക്ക് കിട്ടിയിട്ടുള്ളത്. സീസൺ 5യുടെ ഒരു സെറ്റപ്പ് തന്നെയാണ് സീസൺ 4 ചെയ്തതായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ഹോംലാൻഡറിന്റെ കിൽസ് എന്തൊക്കെയായിരുന്നു ഈ ഒരു സീസണിനകത്ത് എന്നോട് ചോദിക്കണമെങ്കിൽ ആദ്യം മറ്റേ കേക്ക് കൊണ്ടുപോയിട്ട് പുള്ളിക്കാരൻ അതായത് നേരത്തെ കൊച്ചിലെ ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ലാബിലേക്ക് പോകുന്ന ആ ഒരു സീനെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടെ വെച്ചിട്ട് പുള്ളിക്കാരൻ ലേസർ ചെയ്ത് മറ്റേ അത് മാസ്റ്റർബേറ്റ് ചെയ്യുന്ന സമയത്ത് ലേസർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി സ്പൈഡർമാൻ ഇങ്ങനെ വലിച്ചു കയറുന്നത്, ഇത് രണ്ടുമാണ് എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കിൽസ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സീസൺ 4-നകത്ത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് ഞാനായിട്ട് യോജിക്കുന്നുണ്ടോ, അതോ നിങ്ങൾക്ക് സീസൺ 4 ആണ് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ സീസണിലും ഇഷ്ടപ്പെട്ട്? എന്നോട് ചോദിക്കണമെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ സീസൺ 3, സീസൺ 1, സീസൺ 2 ഇതാണ്. അത് കഴിഞ്ഞ് സീസൺ 4 ഇതാണ് ഇപ്പോൾ എൻ്റെ ഒരു ഹൈറാർക്കി ഞാൻ പറയുന്നത്. കാരണം സീസൺ 3 എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.